രണ്ട് സ്ത്രീകളുമായി ഒരേ സമയം ബന്ധം പുലർത്തിയിരുന്ന ഒരു വിരുദ്ധൻ വിവാഹിതനാണ്. ഗർഭിണിയായപ്പോൾ ഒരു സ്ത്രീയെ മറ്റൊരു കാമുകിയുമായി ചേർന്ന് കൊന്ന് ആറ്റിൽ തള്ളി. ആ കേസിൽ വധശിക്ഷയാണ് കോടതിയുടെ വിധി. ജൂലൈ 9 ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം. അത് കൈനകരിയിലാണ്, ആലപ്പുഴ കൈനകരിയിൽ. 6 മാസം ഗർഭിണിയായിരുന്നു അന്ന് മരിച്ച കൈനകരി സ്വദേശിനി അനിത. അനിതയെ ആറ്റിൽ തള്ളി കൊന്നു എന്നുള്ളതാണ് കേസ്. കേസിൽ ഒന്നാം പ്രതി നിലമ്പൂർ സ്വദേശി പ്രബീഷാണ്. പ്രബീഷിനാണ് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. രണ്ടാം പ്രതി തോട്ടുവാത്തല പടിഞ്ഞാറ് പതിശ്ശേരി വീട്ടിൽ രജനിയാണ്. ഈ പറയുന്ന രജനി ഒഡീഷയിലെ ജയിലിലാണ്. അവിടെ റായ്ഗഡ് ജയിലിൽ എന്താണ് ലഹരി കേസിൽ പിടിയിലായി കിടക്കുകയാണ് ഈ പറയുന്ന മറ്റൊരു കാമുകി. രജനിയെ പ്രൊഡക്ഷൻ വാറണ്ട് വഴി 29 ഹാജരാക്കണമെന്നുള്ളതാണ് കോടതിയുടെ ഉത്തരവ്. രജനി നേരിട്ടെത്തുമ്പോൾ രജനിയുടെ ശിക്ഷ കോടതി പ്രഖ്യാപിക്കുകയും ചെയ്യും. അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ NB ഷാരിയായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്. സന്തോഷം മറച്ചുവെച്ചില്ല പ്രോസിക്യൂട്ടർ. പാലക്കാട് കേരളത്തിൽ ജോലി ചെയ്തിരുന്ന ഈ പാലക്കാട് ജോലിയുടെ ഭാഗമായിട്ടാണ് ഇയാൾ എത്തുന്നത് ആലപ്പുഴയിൽ. ആര്? പ്രബീഷ്. ഞാൻ നേരത്തെ പറഞ്ഞു പ്രബീഷിന്റെ വീട് അത് നിലമ്പൂരാണ്, നിലമ്പൂർ സ്വദേശിയാണ്. അങ്ങനെ കായംകുളത്തെത്തിയപ്പോഴാണ് പ്രബീഷ് അനിതയുമായി സൗഹൃദത്തിലാവുന്നത്. ആ സമയം ഭർത്താവുമായി പിണങ്ങി നിൽക്കുന്നിരുന്ന അനിത അടുപ്പത്തിലായി പ്രബീഷുമായി. ഗർഭിണിയായിട്ടുള്ള അനിത പ്രബീഷിനോട് തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ഗർഭത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല പ്രബീഷ്. ഈ ബന്ധത്തെക്കുറിച്ച് മറ്റൊരു കാമുകിയായിട്ടുള്ള ഈ കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള രജനിയും ഇക്കാര്യങ്ങൾ അറിയുകയാണ്. അപ്പോൾ രജനി ഇതിനെ എതിർത്തു, അനിതയും എതിർത്തു. എന്താണ് പ്രബീഷ് പറഞ്ഞത്? ഞാൻ രണ്ടുപേരെയും ഒരേപോലെ പോറ്റിക്കോളാം എന്നുള്ളതായിരുന്നു പ്രബീഷിന്റെ വാഗ്ദാനം. അങ്ങനെ അനിതയെ ഒഴിവാക്കാൻ തീരുമാനിക്കുകയാണ് പ്രബീഷും രജനിയും ചേർന്ന്. വളരെ തന്ത്രപൂർവ്വം കൊലപ്പെടുത്തുക എന്നുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെ അങ്ങനെ അനിതയെ കൈനകരിയിലുള്ള രജനിയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് രണ്ടുപേരും ചേർന്ന്. പാലക്കാട് ആലത്തൂരിലെ ഒരു ഫാമിൽ ജോലി ചെയ്യുകയായിരുന്നു ആ സമയത്ത് അനിത. അങ്ങനെ അനിത എത്തി ആലപ്പുഴയിലേക്ക്, കൈനകരിയിലേക്ക്. വീട്ടിലെത്തി അവിടെ വെച്ച് പ്രബീഷും അനിതയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ഉടൻ തന്നെ കഴുത്തു ഞെരിച്ചു പ്രബീഷ്. ഒപ്പത്തിനെത്തി അപ്പോൾ രജനിയും. ഇവർ നിലവിളിച്ചാൽ ശബ്ദം പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ വായും മുഖവും അമർത്തിവെച്ചു ഈ രജനി എന്ന കാമുകി. ബോധം നഷ്ടപ്പെട്ട് വീണു അവിടെ അനിത. ഇവർ കരുതി അനിത മരിച്ചു എന്ന്. അപ്പോഴാണ് ഒരു ഫൈബർ വള്ളത്തിൽ കയറി 100 മീറ്റർ അകലെയാണ് പൂക്കൈത ആറ്റ്. ഈ പൂക്കൈത ആറിൽ കൊണ്ട് ഈ ബോഡി തള്ളുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ ആ തോടിന്റെ അറ്റത്തെത്തിയപ്പോൾ പ്രബീഷും ഈ ഫൈബർ വള്ളത്തിൽ കയറിയപ്പോൾ വള്ളം മറിഞ്ഞു. അങ്ങനെ മറിഞ്ഞ വള്ളവും ഒപ്പം വള്ളത്തിൽ കിടത്തിയിരുന്ന അനിതയും അവിടെ ഉപേക്ഷിച്ചിട്ട് ഇവർ കടന്നു കളയുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് ആ വള്ളത്തിൽ നിന്ന് മറിഞ്ഞ് വെള്ളത്തിൽ വീണപ്പോഴാണ് അനിതയ്ക്ക് യഥാർത്ഥത്തിൽ ജീവൻ നഷ്ടമാകുന്നത്. ശരിക്കും ബോധം നഷ്ടപ്പെട്ട സാഹചര്യം മാത്രമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. നടനും പള്ളാത്തുരുത്തി ആറ്റിലാണ് പിന്നീട് ആ മൃതദേഹം കണ്ടെത്തിയത്. പിന്നീട് അതൊരു അന്വേഷണ കാലഘട്ടമായിരുന്നു. ഒരു അജ്ഞാത മൃതദേഹം എന്നതിനപ്പുറം ഒരു തുമ്പും ഉണ്ടായിരുന്നില്ല പോലീസിന്. പോലീസ് അവിടെ അന്വേഷണം ഊർജിതമാക്കി. ആ അന്വേഷണത്തിനൊടുവിൽ ഒരു കാര്യം വ്യക്തമായി. ആ ഒഴുകി നടന്ന ആ അജ്ഞാത മൃതദേഹം അത് വെറുമൊരു ആത്മഹത്യയോ അല്ലെങ്കിൽ യാദൃശ്ചികമായി വീണതല്ല, അതൊരു കൊലപാതകമായിരുന്നു. അപ്പം കുറേ കഷ്ടപ്പെട്ട് തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. ആദ്യം നമുക്ക് ഒരു അൺഐഡന്റിഫൈഡ് ഡെഡ് ബോഡി മാത്രമാണ് കിട്ടിയത്. അത് പോസ്റ്റ്മോർട്ടത്തിലാണ് മർഡറാണെന്ന് അറിയുന്നത്. പിന്നെ പ്രതിയിലേക്ക് എത്തേണ്ട
വഴികളിലേക്ക് നമ്മൾ പോകും. ചെറിയ നമ്മൾ വളരെ എഫർട്ട് എടുത്ത് പ്രതികളിലെത്തി പിന്നെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗത്ത് നമുക്കൊരു AV ബിജു എന്നാണ് ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേര്. AV ബിജുവും സംഘവും നടത്തിയ അന്വേഷണത്തിനൊടുവിൽ അങ്ങനെ പ്രതിയെ പിടികൂടി. 2 പ്രതികളിലേക്കും കാര്യങ്ങളെത്തി. പ്രബീഷ്, 1-ാം പ്രതി, വധശിക്ഷ നേരിടുന്ന പ്രബീഷ് ഇപ്പോൾ താവനൂർ സെൻട്രൽ ജയിലിലാണ്. രജനിയെ കൊണ്ടുവരണം ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക്.